ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ഇതേപോലെയുള്ള ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഒക്കെ അടപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അടപ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ആദ്യമായിട്ട് നമുക്ക് ഇതേപോലെയുള്ള ഒരു ടിന്നെടുക്കാം. ഹൈറ്റ് കൂടുതലുള്ളതോ അല്ലെങ്കിൽ കുറവുള്ളതോ ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിനെ കമഴ്ത്തി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കണം. ഇതിനായിട്ട് പപ്പട സൂചിയോ അല്ലെങ്കിൽ കത്തിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കത്തി യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഒക്കെ അടപ്പിൻ്റെ ഈ പിടി ഊരി മാറ്റാം. എന്നിട്ട് ഈ അടപ്പ് ഈ ടിന്നിന് മുകളിലായി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സ്ക്രൂ ഇങ്ങനെ ഇട്ടിട്ട് ഈ ടിന്നിലുള്ള ഈ ഹോളിലും കൂടെ കയറുന്ന രീതിയിലൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കിതൊരു ടേൺ ടേബിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ മുകളിൽ വെച്ചിട്ടുള്ള ഈ അടപ്പ് നല്ലോണം ഇങ്ങനെ കറക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ടേൺ ടേബിൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടപ്പ് ഊരിയിട്ട് പഴയ പോലെ തന്നെ ആക്കിയെടുക്കാനും പറ്റും. അടുത്തതായിട്ട് പറയുന്നത്, ഈ അടപ്പിൻ്റെ ഈ പിടി കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ലൂസായിരിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഈ പിടി നമ്മൾ മാറ്റിയിട്ട് പുതിയത് ഇടേണ്ടി വരും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനായിട്ട് ഞാൻ ഇതേപോലെയുള്ളൊരു കുപ്പിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കുപ്പി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ അടപ്പിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് ഈ കുപ്പിയുടെ ഭാഗം ഈ അടപ്പിൻ്റെ പുറം ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സ്ക്രൂ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടപ്പിന് ഈ പിടി ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ അപ്പച്ചട്ടിയുടെയൊക്കെ അടപ്പാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഇത് യൂസ് ചെയ്യാം. കാരണം ഒരുപാട് ചൂടൊന്നും വരില്ല. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും. അതേപോലെ തന്നെ ഇത്ര വലിയ പിടി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ ഭാഗം ഈ അടപ്പിൽ നിന്ന് ഊരി മാറ്റുകയും ചെയ്യാം. കുറച്ച് നല്ല വലിയ അടപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ ഭാഗം കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ അടപ്പ് മാത്രം വെച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അടപ്പിൻ്റെ പിടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത്, നമ്മളുടെ ഈ അടപ്പിൻ്റെ ഈ പിടി ലൂസായി പോന്നു കഴിഞ്ഞാൽ നല്ല പോലെ ടൈറ്റ് ചെയ്തിട്ട് ഒരിക്കലും പോരാത്ത രീതിയിൽ വെക്കാനുള്ള ഒരു ടിപ്പാണ്. ഈ അടപ്പുകൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിടി ഇങ്ങനെ ലൂസായി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇത് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സൂപ്പർ ഗ്ലൂ ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ ടൈറ്റായി നിൽക്കും. പിന്നെ ഇത് അങ്ങനെ പെട്ടെന്ന് പോരൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട് കിട്ടും. കുറേ നാൾ ഇതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ചൂട് തട്ടിയാലൊന്നും ഈ സൂപ്പർ ഗ്ലൂ ഇളകി പോരൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്